ഫിൻലാൻഡിൽ ചില സമയങ്ങളിൽ അതിശൈത്യമുണ്ടാകുമ്പോൾ -70 വരെ ഉണ്ടാവുന്ന തണുപ്പുണ്ട് ഫിൻലാൻഡിൽ. -70 എന്നൊക്കെ പറഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെയൊക്കെ? -4 ആയാൽ തന്നെ നമ്മൾ ഫ്രിഡ്ജിൻ്റെ തണുപ്പായി. -70 ഈ -70 നമുക്ക് ജമ്പർ ഇടേണ്ടി വരും, ഗ്ലൗസ് ഇടേണ്ടി വരും. അമൃക്കങ്ങൾ തണുപ്പ് നാടൊക്കെ പോകുന്നതല്ലേ. ഇഷ്ടം പോലെ കുപ്പായങ്ങൾ 4-5 ഇട്ടിട്ട് കണ്ണിന് കുപ്പായിട്ട് കൊടുക്കണ്ടോ നമ്മൾ? ഇല്ല. നമ്മുടെ കൈ വിരൽ ശരീരത്തിൻ്റെ ഒരു ഭാഗം പോലും, ഒരു എയർ പോലും തട്ടാതെ -70 പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മൾ രക്ഷപ്പെടും. പക്ഷെ കണ്ണ് തുറന്നു കിടക്കുകയാണ്. കണ്ണിൽ കിടക്കുന്ന വെള്ളമെങ്ങാനും ഈ -70 നമ്മുടെ ബോഡി പോലെ ആണെങ്കിൽ കണ്ണിലെ വെള്ളം ഉറച്ച ഐസാവും. പിന്നെ കണ്ണ് തുറക്കാൻ പറ്റുമോ? മനുഷ്യന്മാരെ കണ്ണു പോകൂലേ? പക്ഷെ ഈ മൈനസിലും മനുഷ്യന്റെ കണ്ണിനുള്ളിൽ കിടക്കുന്ന ദ്രാവകം, കണ്ണിലെ വെള്ളം, അത് ഐസായി പോവാതിരിക്കാൻ അള്ളാഹു ഒരു ആന്റി ഐസിങ് ഒരു പ്രോസസ് നമ്മുടെ കണ്ണിൽ അള്ളാഹു ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലെങ്കിൽ തണുപ്പ് രാജ്യങ്ങളിൽ മനുഷ്യന്മാരുടെ കണ്ണടിച്ചു പോയേനെ. കണ്ണൊക്കെ ഐസായ എന്തായിരിക്കും അവസ്ഥ? കണ്ണിൻ്റെ ഉള്ളിൽ ഐസായിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റുമോ? ആ കണ്ണ് തുറന്നു വെച്ചിട്ടാണ് നടക്കുക മനുഷ്യന്മാർ, ബാക്കിയൊക്കെ മൂടിയിട്ടുണ്ടാവും. കണ്ണിനെ അള്ളാഹു ചാല ഇങ്ങനെ പെർഫെക്റ്റായി സംരക്ഷിച്ചത് റബ്ബ് ചാലക്കറിയാം. മനുഷ്യൻ ചൂടിലും തണുപ്പിലൊക്കെ ജീവിക്കേണ്ടവനാണ്. കണ്ണ് മൂടി വെച്ചാലേ നടക്കാൻ പറ്റും, ജീവിക്കാൻ പറ്റുമോ? ബാക്കി എല്ലാം മൂടി വെച്ചാലേ നമുക്ക് ജീവിക്കാം, നമുക്ക് നടക്കാം, ഓടാം, യാത്ര ചെയ്യാം. പക്ഷെ കണ്ണ് കാണണ്ടേ? കണ്ണിൽ മാത്രം അള്ളാഹു ചാല ചെയ്തൊരു അത്ഭുതമാണത്. കണ്ണിൻ്റെ ദ്രാവകം അത് ഐസായി പോവാതിരി. ഈ -70 കണ്ണിൻ്റെ വെള്ളത്തിന് ഐസാവാൻ കഴിയുന്നില്ല. അത് അങ്ങനെ തന്നെയാണ്. സുൻ അല്ലാഹ്, ഇറ്റ് ഈസ് എ ക്രിയേഷൻ ഓഫ് അല്ലാഹ്. ഇത് അല്ലാഹുവിൻ്റെ സൃഷ്ടിപ്പാണ്. അത്ഖന കുല്ല ഷൈ, ഹു ഹാസ് പെർഫെക്റ്റഡ് എവറിത്തിങ് ഹി ക്രിയേറ്റഡ്. അല്ലാഹു ചെയ്തത് മുഴുവനും പെർഫെക്ഷനിലാണെന്ന് വിശുദ്ധ ഖുർആൻ. സുബ്ഹാനക യാ റബ്ബ്.